ഈ പയർ നട്ട് കഴിയുമ്പം പയർ മുഴുവൻ നമ്മുടെ ഈ മുഞ്ഞ വന്നതുണ്ടോ, ഈ പൂവിൻ്റെ അവിടെ വന്ന് ഈ മുട്ടയിട്ട് വെക്കും. അപ്പോൾ മുഞ്ഞ വന്ന് മുട്ടയിട്ട് കഴിയുമ്പം ഈ മുട്ട ഈ പയറിൻ്റെ നീര് മുഴുവൻ വലിച്ചു കുടിച്ചിട്ട് നമുക്ക് പയർ കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഞാൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ, നമ്മൾ പട്ടാളത്തിനെ ഇറക്കി. ഇതുണ്ടോ നമ്മുടെ പട്ടാളം ഇരിക്കുന്ന കണ്ടോ, ഈ പയറെ കൂടെ ഇരിക്കുന്ന കണ്ടോ. ഞാൻ അങ്ങ് ദൂരേന്ന് ഒരു നമ്മുടെ നീറെന്ന് പറയുന്ന നിശറെന്ന് പറയുന്ന ആ ഉറുമ്പിനെ ഒരു ഹൈവേ പണിത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു കേബിളിൻ്റെ ഒരു വയറ് പഴയത് ഇവിടെ കിടന്ന് എടുത്ത് ദൂരേന്ന് കെട്ടി നമ്മുടെ പയർ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഇവിടെ വന്ന് അവൻ നേരെ ആ ഹൈവേ കൂടെ ഇങ്ങ് പോകുന്ന ഇത് കണ്ടോ, നമ്മുടെ പയറെ കൂടെ എല്ലാം കയറി നടന്ന് ഈ മുഞ്ഞേനെ തിന്നു തീർത്തോളും. അപ്പോൾ ഒരു വിഷം അടിക്കണ്ട. ഇത് കണ്ടോ, നല്ല പയർ, യാതൊരു വിഷമില്ലാത്ത പയർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണം. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പയർ കിട്ടും. പക്ഷേ ഞാനിങ്ങനെ ഈ ഹൈവേ പണിത് ഇതിനെ കൊണ്ടുവന്നെങ്കിലും ഇവന്മാർക്ക് ആ നന്ദിയൊന്നുമില്ല. നമ്മളെപ്പോലെ തന്നെയായി ഇവന്മാർ നമ്മൾ അറിയാതെ എങ്ങാനും അവരുടെ ഹൈവേയിലെങ്ങാനും തൊടുകയോ ഇവരെ തൊടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ കടിക്കും. നന്ദിയില്ലാത്തവന്മാർ. നമ്മളതുപോലെ അല്ലേ, സർക്കാർ ഹൈവേ പണിത് നിന്ന് കഴിഞ്ഞാലും നമ്മുടെ വീട്ടുകാർ പണിത് തന്ന പോലെ നമുക്ക് വേണ്ടി മാത്രം പണിത് തന്ന പോലെയല്ലേ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതുപോലെ തന്നെയാകും വരും.